മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് രശ്മി ബോബൻ. ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് രശ്മി മലയാളികളുടെ പ്രിയങ്കരിയാകുന്നത്. പിന്നീട് സിനിമയിലും എത്തി. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെയായിരുന്നു ആദ്യ സിനിമ. തുടർന്ന് നിരവധി സിനിമകളുടെ ഭാഗമായി മാറാൻ രശ്മിക്ക് സാധിച്ചു. ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുക്കേണ്ടി വന്നതിനെക്കുറിച്ചുള്ള രശ്മിയുടെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലാണ് രശ്മി സംസാരിച്ചത്. തൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയായിരുന്നു രശ്മി ഇടവേളയെടുത്തത്. പിന്നാലെ തിരികെ വരികയും ചെയ്തു. കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ അവരുടെ സൗകര്യം കൂടി നോക്കിയാണ് ഞാൻ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തിരുന്നത് എന്നാണ് രശ്മി പറയുന്നത്. അതിനാൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും രശ്മി പറയുന്നു. താൻ അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ കൂടെ വന്ന് നിൽക്കുമായിരുന്നു. അവരായിരുന്നു തൻ്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നാണ് രശ്മി പറയുന്നത്. നല്ല പ്രൊജക്റ്റുകൾ വരുമ്പോഴായിരിക്കും കുട്ടികളുടെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അവരെ വിട്ടിട്ട് പോകാൻ കഴിയില്ല. ഇടയ്ക്ക് ഒരു 5 വർഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു. പിന്നെ അവർ വലുതായപ്പോൾ അവരുടെ 2 പേരുടെയും പിന്തുണയോടെയാണ് വീണ്ടും അഭിനയത്തിലേക്ക് വരുന്നത്. സിനിമയെക്കാളും രശ്മിയെ താരമാക്കുന്നത് സീരിയലുകളാണ്. 2ഇടത്തും സാന്നിധ്യം അറിയിച്ച നടിയെന്ന നിലയിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും രശ്മി സംസാരിക്കുന്നുണ്ട്. തനിക്ക് സിനിമയും സീരിയലും ഒരുപോലെയാണെന്ന് രശ്മി പറയുന്നത്. തന്നെ സംബന്ധിച്ച് കഥാപാത്രം ഏതായാലും പൂർണ്ണതയോടെ ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് രശ്മി പറയുന്നു. അതേസമയം സിനിമയ്ക്ക് കുറച്ച് ദിവസം മാത്രമേ ഷൂട്ട് ഉണ്ടാകൂ, എന്നാൽ സീരിയലിൽ തുടർച്ചയായി ഷൂട്ടായിരിക്കുമെന്നാണ് രശ്മി പറയുന്നത്. സീരിയലിൽ എത്ര എപ്പിസോഡ് പെട്ടെന്ന് തീർക്കണം എന്നുണ്ടാകുമെന്ന് രശ്മി ചൂണ്ടിക്കാണിക്കുന്നു. സിനിമയും സീരിയലും തമ്മിലുള്ള വേറൊരു വ്യത്യാസം വസ്ത്രങ്ങൾ ആണെന്നാണ് രശ്മി പറയുന്നത്. സിനിമയിൽ നമ്മുടെ വസ്ത്രങ്ങളുടെ കാര്യം നോക്കാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാകും. പക്ഷേ സീരിയലിൽ കോസ്റ്റ്യൂം നമ്മൾ തന്നെ കൊണ്ടുവരണമെന്നും രശ്മി പറയുന്നു. എന്നാൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും സീരിയലിനാവശ്യമായ വസ്ത്രം വാങ്ങുന്നത് ഒരു എക്സ്ട്രാ ചെലവാണെന്നും രശ്മി അഭിപ്രായപ്പെടുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സീരിയലിൽ പല ഷെയ്ഡുകളുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിസ്സഹായായത്, ബോൾഡായിട്ടുള്ളത്, ഹ്യൂമർ, അങ്ങനെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ. ഞാൻ ഒരിക്കലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും രശ്മി പറയുന്നു. കൂടാതെ കിട്ടുന്നതെല്ലാം സ്വീകരിക്കാതെ പലതരത്തിലുള്ള വേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമെന്നും രശ്മി പറയുന്നു. അതേസമയം പാവപ്പെട്ട സ്ത്രീകളുടെ വേഷങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ബോൾഡായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് തനിക്കെന്നും രശ്മി പറയുന്നു. സംവിധായകൻ ബോബൻ സാമുവലാണ് രശ്മിയുടെ ഭർത്താവ്. 2 മക്കളാണ് ഇരുവർക്കുമുള്ളത്. നമുക്ക് കോടതിയിൽ കാണാം ആണ് രശ്മിയുടെ പുതിയ സിനിമ. താരം ഇപ്പോൾ ശ്യാമാംബരം എന്ന സീരിയലിൽ അഭിനയിച്ചു വരികയാണ്.